ആരാ ഇത്? ഹലോ ഹലോ തിരുമേനി. ഭരതൻകോട് ഭരതനാണ് സംസാരിക്കുന്നത്. പറയൂ, ആരാണ്? അയ്യോ ക്ഷമിക്കണം കേട്ടോ, ഞാൻ ജോത്സ്യനെ വിളിച്ചതാ. ബാലേക്കാരൻ്റെ വീടായിരുന്നല്ലേ? അയ്യോ, ജോത്സ്യനാണ്. പ്രശസ്തനായ ജോത്സ്യൻ ഭരതൻകോട് ഭരതനാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുമേനി, എന്താണ്? പറയൂ. ഞങ്ങൾ വിളിച്ചതേ, ആ ഈയിടെയായിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് മഴയില്ലേ? അടുത്ത ബുധനാഴ്ച ഒരു മഴ പെയ്യാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്നറിയാൻ വിളിച്ചതാ. എവിടെയായിരുന്നു സ്ഥലം? തിരുമേനി, ഞങ്ങൾ കുന്നിക്കോട്. കുന്നിക്കോടാണല്ലേ? അതെ 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 അതെ. അപ്പൊ അടുത്ത ബുധനാഴ്ച 8:30 തൊട്ട് 9:00 വരെ തിരുവനന്തപുരത്താണ് മഴ പെയ്യുന്നത്. വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഞങ്ങളൊരു 2:30 തൊട്ട് അവിടെ പെയ്യിപ്പിക്കാം. ട്രാവലിംഗ് എക്സ്പെൻസ് തന്നാൽ മതി. ഞാൻ ബാലെ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതല്ല, മഴ പെയ്യുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ വിളിച്ചു ചോദിക്കുക കേട്ടോ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പിന്നെ വേറെ അത്യാവശ്യം കാര്യം ചോദിക്കാൻ വിളിച്ചതേ തിരുമേനി. അതായത് എന്റെ കൊച്ചിന് ചോറ് കൊടുക്കുന്നത് എങ്ങനെ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ആശങ്ക ഞങ്ങൾക്ക്. കുന്നിക്കോടല്ലേ സ്ഥലം? അതെ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വായിൽ വെച്ചാണ് ചോറ് കൊടുക്കാറ്. അവിടെ എങ്ങനെയാന്ന് എനിക്കറിയത്തില്ലല്ലോ. അയ്യോ, അതല്ല പറഞ്ഞത്. പിന്നെ കൊച്ചു ചോറൊന്നുമില്ല, അതിന് എങ്ങനെ കൊടുത്തിട്ട് കഴിക്കുന്നില്ല. അതിന് വല്ല ശാപമാണോ എന്തെങ്കിലും ഈ ബാധകളാണോ എന്ന് അറിയാൻ വേണ്ടിട്ടുള്ള ചോദിച്ചാ. അങ്ങനെയാണെങ്കിൽ ആ ചോറിന് ഇപ്പൊ എന്താണ് കറിയുള്ളത്? അങ്ങനെ പ്രത്യേകിച്ച് കറിയൊന്നുമില്ല. ഒരാഴ്ചയായിട്ട് പണിയില്ലാത്തതുകൊണ്ട് കറിയൊന്നും അങ്ങനെ വെച്ചിട്ടില്ല. കുട്ടികൾ ഉണ്ടായാൽ മാത്രം പോരാ, അതിന് ചെലവിനും കൂടെ കൊടുക്കണം കേട്ടോ. ഇപ്പൊ എന്താ മാർഗം? എന്താ ഒരു കവർ തൈര് മേടിക്കാൻ താങ്കളെ പൈസ കാണുമോ? എന്തോ കട്ടായി കേൾക്കുന്നത്. എന്നായിരുന്നു? തൈര് മേടിക്കാൻ പൈസ കാണുമോ? ദൈവമേ, അതിന്റെ ഇടയ്ക്ക് കട്ടായില്ലായിരുന്നു. നോക്ക് ശ്രദ്ധിച്ചിരുന്നോണം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കും. ഞാനല്ലേ പറയുന്നത്. ഇരിക്കും. ഇത് എനിക്ക് കഴിക്കാനുള്ളതാണ്. തരത്തില്ല കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കുന്നോളം കാലം ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഞാനാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഓക്കെ. അപ്പോൾ ഇത് ഇവിടെ വെച്ചിരിക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. തിരുമേനി നമസ്കാരം. ഇരിക്കും. ശ്രദ്ധിച്ചു നോക്കുക. കണ്ടോ? അമ്മേ, എന്റെ ദൈവമേ, ഭയങ്കര. അതിൽ തൊടരുത്. അതിൽ തൊട്ടാൽ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞല്ലോ. കറക്റ്റ് കേട്ടോ, അമ്മ പറഞ്ഞ കറക്റ്റാ. ഭയങ്കര ജ്ഞാനിയാന്നേ. ഞാനിപ്പോ ഗൾഫിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ വീഡിയോ കോൾ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ശ്രദ്ധിക്കും. അവിടെ പറഞ്ഞ കുഴപ്പമില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞേക്കാമേ. ഓ ശരി. എന്തിനാണ് അങ്ങോട്ട് വിളിക്കാതെ വെച്ചേര്. ഓക്കെ ആണല്ലോ. തിരുവേരിയെ സമ്മതിക്കണം കേട്ടോ. എന്താണ്? ഗൾഫിലൊക്കെ ഇരിക്കുന്നവരൊക്കെ വീഡിയോ കോൾ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയാന്ന് പറഞ്ഞാൽ ഭയങ്കര കേവനാണ്. ഗൾഫിൽ ഇരിക്കുന്നതാണോ? ഗൾഫിൽ നിന്ന് വിളിച്ചു നോക്കിയല്ലോ. കബഡി നിർത്തുമല്ലോ. താഴെ സെക്യൂരിറ്റി ഓൺലൈനിൽ ഞങ്ങൾ വെട്ട് കളിക്കുക. അത് ശരി. ഇനി മേലെ കള്ളക്കളി കളിച്ചേക്കല് കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് ശമ്പളം പോലും ഞാൻ തരത്തില്ല. വെച്ചോ. കള്ളക്കളിയായിട്ട് വന്നേക്കുന്നു. ശരി. ഞാനോർത്ത് കബഡി നിർത്തി കാര്യം പറയുമായിരിക്കുന്നു. ഞാനോർത്ത് കബഡി ഞാൻ എടുത്തുള്ളി. അത് ശരി. പാമ്പിന്റെ ശല്യം ഉണ്ട് ഇവിടെ. അതിന് ചതക്കുക, വീശുക. ഒറ്റൊരെണ്ണം വരത്തില്ല. നമസ്കാരം ഉണ്ട്. കണ്ടു പറഞ്ഞ മുഖം. ഞാൻ കണ്ടത്തിലായിരുന്നു. ചെറുമീനാണോ? അതല്ല പറഞ്ഞേ. പിന്നെ കണ്ടത്തിൽ നിന്നുള്ളത് ഞങ്ങളുടെ വീട്ടുപേരാ. എന്റെ അച്ഛന്റെ പേര് പറഞ്ഞാൽ അറിയോ? എനിക്ക് സദാശിവൻ. പാചകത്തിന് ഇപ്പൊ നിങ്ങൾ അവിടെ അല്ലല്ലോ താമസം. ഞങ്ങൾ അവിടുന്ന് താമസം മാറി. ഇപ്പൊ എവിടെയാണ്? ഞങ്ങള് നമ്മുടെ LP സ്കൂളിന് മണ്ടക്കാണ് താമസിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ LP സ്കൂളിന്റെ മേളിൽ താമസിക്കാൻ എന്താ പ്രാവാണ്? അയ്യോ, അതല്ല പറഞ്ഞത്. പിന്നെ LP സ്കൂളിന്റെ മേൽവശത്ത് അമ്മയ്ക്ക് ഒരു 5 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ വന്നതിന്റെ കാര്യം പറഞ്ഞില്ല തിരുമേനി. ഞങ്ങൾ ഞാനിപ്പോ വന്നതിന് കുറഞ്ഞ ഞാൻ ഭയങ്കര ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് നിൽക്കുകയാണ്. എല്ലാത്തിനും ഇവിടെ പരിഹാരമുണ്ട്. 30 വയസ്സായപ്പോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രാത്രി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഉറക്കമില്ല തിരുമേനി. എന്താ ജോലി? ഞാൻ ഈ പ്രൈവറ്റ് ബസ് കിളിയായിട്ട് പോവാം. ഉറക്കം വരത്തില്ല. അത് കൂട്ടുകാരെല്ലാം ഉറങ്ങുമ്പോഴും എനിക്ക് മാത്രം ഉറക്കം വരുന്നില്ല. ഒരു കാര്യം ചെയ്യാം. ഞാൻ ഒരു കല്ല് തരാം, തന്നു വിടാം. അത് എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോവാ. അപ്പൊ തലങ്ങണയ്ക്ക് അടി വെച്ചിട്ട് ഇങ്ങനെ ഉറങ്ങാനാണോ? അല്ലല്ല. പിന്നെ ആദ്യം ആ കല്ല് വെച്ച് തന്റെ മൊബൈൽ തല്ലി പൊട്ടിക്കുക. അപ്പൊ ഉറക്കം കിട്ടിക്കോളും കേട്ടോ. അയ്യോ, അതല്ല. അപ്പൊ അതിന്റെയാണ് ഉറക്കമില്ലാത്തത്. പിന്നെ അല്ല, 24 മണിക്കൂർ പാരാത്രി വരെ മൊബൈൽ നോക്കിക്കൊണ്ട് ആർക്കും ഉറങ്ങാൻ പറ്റുന്നത്. പിന്നെ വേറെ കുറെ പ്രശ്നങ്ങളും കൂടെ ഉണ്ട് തിരുമേനി. പറഞ്ഞാട്ടെ. അമ്മ എന്നോട് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞാ അത് എന്നാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് കിട്ടിയായിരുന്നു. ഗെയിമാണോ? അല്ലല്ല. ആണോ? അപ്പൊ പഞ്ചായത്ത് കുഞ്ഞുമായിട്ട് ശരി. ഞാനോർത്ത് മറ്റേ ഈ കമ്പ്യൂട്ടർ ജാതം നോക്കുന്ന പരിപാടി.
അപ്പൊ ഈ വീട് പണിതിന് എത്ര രൂപയായി? സാറേ അത് നമുക്ക് ഞാൻ അതുപോലെ കഷ്ടപ്പെട്ടു ഒരുപാട് നടന്ന് ഞാൻ ഉണ്ടാക്കിയതാണ്. 6 ലക്ഷം രൂപ കിട്ടി. പഞ്ചായത്തിൽ നിന്നല്ലേ? അതെ. ഇങ്ങോട്ട് വിടണ്ട കേട്ടോ, എനിക്കും അത് കിട്ടിയതാ. അതെ അതെ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ വേറൊരു 2 ലക്ഷം രൂപ എന്റെ അച്ഛന്റെ ചേട്ടന്റെ മുൻ ഗൾഫിലാണ്. അപ്പൊ അവനൊരു 2 ലക്ഷം രൂപ അമ്മയ്ക്ക് വേണ്ടി അയച്ചു കൊടുത്തു. അമ്മയ്ക്ക് സുഖമില്ലാതൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ അയച്ചു കൊടുത്ത വഴിക്ക് അതിനകത്ത് നിന്ന് പൈസ അമ്മയുടെ അക്കൗണ്ടിലോട്ട് അല്ല പോയത്, എന്റെ അക്കൗണ്ടിൽ വന്ന പൈസ കൊണ്ട് ഞങ്ങൾ വീടിന്റെ സൈഡ് ഒന്ന് കെട്ടിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അച്ഛന്റെ ചേട്ടന്റെ മുൻ പൈസ അയച്ചു തന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. 2 ലക്ഷം രൂപ അയച്ചു. അമ്മച്ചിക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി അയച്ചതാ. അപ്പൊ ഞാൻ ആ പൈസ എടുത്ത് എന്ത് ചെയ്ത് എന്റെ വീടിന്റെ സൈഡ് അങ്ങ് ഞാൻ കെട്ടി. ഇപ്പൊ ഈ ഒരാഴ്ചയായിട്ട് വീടിന്റെ സൈഡ് അങ്ങ് ഇടിഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു എൻ്റെ വീടിനൊക്കെ അടുത്തൊക്കെ ശത്രുക്കളുണ്ടേ. എൻ്റെ ബലമായ സംശയം ഇനി ശത്രുക്കൾ എന്തെങ്കിലും ചെയ്തിട്ടിരിക്കുന്നതാണോ, ഇനി വല്ല ആവാഹനങ്ങളാണോ, ബാധയാണോ? ഇപ്പോഴത്തെ കാലമല്ലേ. നിങ്ങൾ എന്തൊക്കെ ചെയ്തത് ഇവിടെ? ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കരിങ്കല്ല് നമ്മൾ ഇറക്കിയില്ല, വെട്ടുകല്ലെ പിടിച്ചു. വെട്ടുകല്ലുണ്ടായിരുന്നു, നമ്മൾ കമ്പി ഇറക്കി, എംസാൻഡ്, മണല്, എന്ന് പറയുക മിറ്റില്, എന്ന് കണ്ട സകല സാധനങ്ങൾ നമ്മൾ ഇറക്കി. അതുപോലെ സ്ട്രോങ് ആയിട്ട് നമ്മൾ കിട്ടിയത്. സിമെന്റ് ഏതിന്റെ ആയിരുന്നു? സിമെന്റോ അങ്ങനെ സിമെന്റ് ഒന്നും കേട്ടിട്ടില്ലേ? അയ്യോ, ഈ വെപ്രാളം പരമാവശത്തിന്റെ സിമെന്റ് മേടിക്കാൻ വേണ്ടി മറന്നുപോയി ഞാൻ. സിമെന്റ് ഇല്ലാതെ വീട് വെറുതെ ഇങ്ങോട്ടാണ് കയറി വരുന്നത്. പറഞ്ഞ മേച്ചറി ഒന്ന് ചോദിക്കണം. ധൃതിയും വെപ്രാളം കയറാൻ അത് പറ്റിയില്ല. തിരുമേനി ഒരു കാര്യം കൂടെ ചോദിച്ചറിയാൻ വേണ്ടി വന്നു. അതുപോലത്തെ വല്ല പ്രശ്നമാണോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പൈസക്ക് എന്ത് അത്യാവശ്യം വന്നെന്ന് പറഞ്ഞാലും എന്റെ അച്ഛന്റെ ചേട്ടനെ മോനെ വിളിച്ച് ഞാൻ പറയുന്നത്. അപ്പൊ അവനൊരു വലിയ പ്രശ്നത്തില്ല. അവനാണെങ്കിൽ 36 വയസ്സ്, അവന് കല്യാണം നടക്കുന്നില്ല. തനിക്കെന്താ ജോലി? അല്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ച് പണി എന്ന് പറയാനായിട്ട് ഇല്ല. ഞാൻ പണിക്ക് പോകത്തില്ല സാർ. അതെന്താ പണിക്ക് പോകാത്തത്? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വീടിന് ചുറ്റിന് ശത്രുക്കളാണ് സാറേ. എനിക്ക് മുൻവശത്തെ വാതിൽ കൂടെ ഇറങ്ങാൻ നേരത്ത് അവിടെ ശത്രുക്കളായിരിക്കും. അപ്പൊ ഞാൻ തിരിച്ചു കയറും. പുറകെ കൂടെ പോകുന്ന വെച്ചപ്പോഴത്തേക്കും അവിടെ ശത്രുക്കളായിരിക്കും. ഞാൻ തിരിച്ചു കയറും. എനിക്ക് ശത്രുക്കൾ കാര്യം എനിക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല സാറേ. അതിനെന്തെങ്കിലും ഒരു മാർഗം തിരുമേനി കാണിച്ചു. അത് അയൽക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതിന്റെ പേര് പച്ച മലയാളത്തിൽ കള്ളത്തീറ്റി എന്ന് പറയും. പണിക്ക് പോകണം. അതത് പോട്ടെ, ഞാൻ വേറൊരു കാര്യം പറയാനാണ്. അതിലാണ് മെയിൻ വിഷയം. ഞാൻ പറഞ്ഞല്ലോ, എന്റെ അച്ഛന്റെ ചേട്ടന്റെ മോന് 30 വർക്ക് ചെയ്യത്തില്ല, ചുമ്മാ. ശരി. അപ്പൊ അച്ഛന്റെ ചേട്ടന്റെ മുന്നിൽ 36 വയസ്സായി. അവന് കല്യാണം ഒന്നും നടക്കുന്നില്ല. തിരുമേനി എന്തെങ്കിലും കറക്കി തിരിച്ച് ഒരു എന്താ പേര്? എന്റെ പേരോ? അല്ല, അനിയന്റെ പേര്. അനിയന്റെ മഹേഷ്. മഹേഷിന്റെ ഫോട്ടോയോ നാളോ എന്തെങ്കിലും ഉണ്ടോ? ഫോട്ടോ വല്ലോ? ഫോട്ടോ ഇതിവിടെ വെച്ച് വെക്കാൻ പറ്റത്തില്ല കേട്ടോ. അല്ല, പുകയില ഉൽപ്പന്നം. പുകയില ഉൽപ്പന്നമല്ല, പിന്നെ പുള്ളിയുടെ ID കാർഡായത്. ഇതാ ഞങ്ങൾ കാണിക്കുകയല്ല. അയ്യോ, എനിക്കിത് കാണാൻ വയ്യേ. മഹേഷോ? അയ്യോ, എന്താ പ്ലാസ്റ്റിക് ഉരുക്കി ഒഴിച്ച പോലെ. പ്ലാസ്റ്റിക് ഉരുക്കി ഒഴിച്ചതല്ല, ഇതാ ഇവന്റെ മുഖം ഇങ്ങനെ ആയിരിക്കുന്നേ. പക്ഷെ ഭയങ്കര അത്ഭുതം കേട്ടോ. എന്താണ്? അയ്യോ, ഇവന്റെ കാര്യം കേട്ടോ നമ്മൾ ചിരിച്ചു. 38 വയസ്സായില്ലേ? എത്ര വർഷമായെന്നറിയോ ഈ പുള്ളി ID കാർഡ് എടുത്തിട്ട്? ഇന്നും വരെ വോട്ട് ചെയ്തിട്ടില്ലെന്നുള്ളതാണ് ഇവന്റെ. ഈ കോലത്തിൽ എങ്ങനെ ഒരു പോളിംഗ് ബൂത്ത് കേട്ടു എനിക്കറിയാൻ വയ്യ. അയ്യോ, അപ്പൊ ഇതിനൊരു തീരുമാനം ഇല്ലെന്നാണ്. അയ്യോ, അതിന് കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു മാർഗമില്ല. ഒന്ന് തുറന്നാൽ ചുരുക്കം. സൈഡില് ആ തട്ടേ ചുറ്റിക്കുന്ന ഒരു കുടമുണ്ടോ? കണ്ടോ? എവിടെ? അത് എടുക്കുക. ഇതോ? അത് എടുക്കുക. ഇത് പട്ടേ ചുറ്റിയ കുടമായിരുന്നത്. എടുക്ക. എന്നിട്ട് അതിനകത്ത് കൈയിടുക. ഏതാ നാള്? എന്റെ നാള് മൂലം. അല്ല, വലത്തെ കൈ ഇടുക. അതിക്ക് എടുക്കുക. എന്തിനാണ് ഈ ഭസ്മം നമ്മുടെ വാരി തിന്നുന്നത്? ഭസ്മം വാരി തിന്നാൽ നമുക്ക് ഇതുണ്ടാവുമോ? ശക്തി ഉണ്ടാവുമോ? എന്താ സംഭവം? എന്തായിരുന്നു? ഭസ്മല്ല, ഷുഗർ താന്ന് പോയി പഞ്ചാര എടുത്ത് വെച്ചേക്കുന്നത്. അത് ശരി. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനാണോ വെള്ളത്തീറ്റ ഉണ്ടാക്കുന്നത്, അതോ നിങ്ങളാണോ വെള്ളത്തീറ്റ നടത്തുന്നത്? എന്തെങ്കിലും മാർഗം? ഞാൻ ജോൺസനാണോ? എനിക്ക് അറിയാൻ മേലെ ചോദിക്കാം. എന്നാ പറഞ്ഞാൽ ഒരു മാങ്ങാത്ത അറിയത്തുമില്ല. താൻ ആരോടാണ് ചൂടാന്ന്? അവനെന്താണ്? ഞങ്ങളെ ഇവിടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് ഞങ്ങൾ ഈ ജോലി ചെയ്യുന്നവർ അറിയാം. ഞങ്ങൾ അപ്പൂപ്പനെ അറിയാം, പ്രശസ്തനായിരുന്നു. പിന്നെ നിങ്ങളുടെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. നിങ്ങളുടെ അപ്പൂപ്പനെ അറിയാം. യന്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. വിവാഹ ആവാഹന യന്ത്രം, ധനാകർഷണ യന്ത്രം, യന്ത്രങ്ങളുടെ ഇടയിലായിരുന്നു പുള്ളി. മനസ്സിലായോ? എന്നെ പുള്ളിയുടെ പേര് ഗ്രീസ് എന്നാണോ? പുള്ളി ഗ്രീസോ? ഇനി നേരെ ഈ ഗ്രാമം പറഞ്ഞിട്ടിരിക്കില്ലേ അവന്റെ ഒരു ഗ്രീസും അവന്റെ ഒരു ഇതും. ഹലോ ചേട്ടാ, എന്താ ആ ഫോട്ടോ ഒന്ന് ഇടുന്ന? ഏത് ഫോട്ടോ? ആ ഫോട്ടോ. ചിരി ആയുസിനെ വർദ്ധിപ്പിക്കും. അതിനാ വിട്ടോ. അയ്യോ, അവിടുത്തെ കച്ചവടം പോയല്ലോ. ഹലോ, സെക്യൂരിറ്റി ആണോ? അയ്യോ, കളിക്കാൻ വിളിച്ചതല്ല.
ഇപ്പൊ ഒരു നീല ഷർട്ട് വിട്ട് ഒരു ചുമല പൊതിയായിട്ട് ഒരാൾ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരും. ആ പൊതി അവിടെ മേടിച്ചു വെക്കണം. വൈകിട്ട് ചായ കൂച്ചണ്ടേ, അല്ലെങ്കിൽ വിത്തൗട്ട് കൂച്ചേണ്ടി വരും കേട്ടോ. മേടിച്ച് വെക്കത് എങ്ങനെ, അല്ല ഞാൻ ഷുഗർ വന്ന് ഞാൻ ചാകും. ആ ശരി, നമസ്കാരം. നമസ്കാരം. ഓക്കെ, കുഴപ്പമില്ല, തല പിടിക്കണ്ട. നല്ല ടെൻഷൻ ഉണ്ടല്ലേ? അതെ, എനിക്ക് പേര് ശ്യാം. അതെ, മങ്ങാടല്ലേ വീട്? അതെ. ഓ, ദിവ്യ തന്നെ. ദിവ്യനല്ല, ആന്റിക്കാരുടെ താഴെ പോയി കുനിഞ്ഞപ്പം ഇതെടുത്ത് വെക്കുക. ശ്യാം ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? മീൻവണ്ടിക്ക് കയറിയ വന്ന് ഇങ്ങോട്ട് വന്ന കേസായിട്ടല്ല ഞാൻ ചോദിച്ചത്. ഇപ്പൊ എന്ത് ആവശ്യത്തിനാണ് ഇവിടെ വന്നതെന്ന്? അതായത് എന്റെ കൂട്ടുകാരിക്കെല്ലാം കുട്ടികളുണ്ട്, എനിക്ക് മാത്രം ഒരു കുഞ്ഞു ഇല്ല. കാരണം ഞാൻ നാട്ടുകാർക്ക് പൊതുവെ ഒരു അപഹാസ്യനായി മാറിയിരിക്കുക. അത് വിഷമിക്കേണ്ട കേസ് അല്ല, കാരണം സമൂഹത്തിന് മുമ്പ് നമ്മളിങ്ങനെ കളിച്ചൊക്കെ വരുമ്പോഴേ ഇതുപോലുള്ള ഒരുപാട് കേസുകെട്ടുകൾ ഇവിടെ വരുന്നുണ്ട്. എല്ലാത്തിനും ഞാൻ അതിന്റെ പാസ്വേഡ് പോകത്തില്ലേ? എനിക്ക് കേൾക്കാനത്. അപ്പൊ ഈ കുട്ടികളില്ല, എനിക്ക് അതൊരു മാനസികമായ ഒരു ചെറിയ അപകർഷത പോകുന്ന ഫീൽ ചെയ്യും. നമ്മൾ അത് വിഷമിക്കേണ്ട കേസുകെട്ടില്ല. ഇതുപോലുള്ള ഒരുപാട് കേസുകെട്ടുകൾ വരുന്നുണ്ട്. എല്ലാത്തിനും ഇവിടെ പരിഹാരമുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നതുകൊണ്ട് തന്നെ ചെയ്യണം, ഉഴപ്പരുത്. ഇല്ല. അപ്പോ ഇത് സാധാരണപ്പെട്ട ഒരു പഴമല്ല. അതായത് ഇത് പൂജിച്ച് ഞാൻ തരാം. ഇത് അടുത്ത അമാവാസിക്ക് മുമ്പ്, അതായത് ഈ വെള്ളിയാഴ്ച രാത്രി 12-നും 12-15 ഇടയ്ക്ക് രാത്രി എണ്ണിക്കണം. അയ്യോ, ഇപ്പൊ പോക്കാച്ചി വരുത്തില്ലേ? പോക്കാച്ചി പേടി. പേടി കുട്ടികൾ ഉണ്ടാവണോ? അപ്പൊ പറയുന്നതുകൊണ്ട് ചെയ്യുക. ആ സമയത്ത് എണ്ണിച്ചിട്ട് വീടിനടുത്ത് എല്ലാ അമ്പലക്കുളവോ അങ്ങനെ എന്തെങ്കിലും പുഴയോ അങ്ങനെ അരുവിയോ എന്തെങ്കിലും ഉണ്ടോ? കുളമില്ല. അപ്പൊ കുളമായാലും മുങ്ങിക്കുളിക്കണോ, അല്ലാതെ ഫലം കിട്ടത്തില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ അല്ലാതെ എന്താ ചെയ്യാൻ പറ്റും? അല്ലാതെ എന്ത് പ്രതിവിധി വല്ലതും ഉണ്ടോ? ഇവിടെ ചെമ്പ് ബിരിയാണിയോ അങ്ങനെ വലിയ അണ്ടാവ് വല്ലതും ഉണ്ടോ? അത് എടുക്കാം, വാടക എടുക്കാം. ഇത്രയും വെള്ളം നിറയ്ക്കണം. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. എന്റെ വല്യച്ഛന്റെ മോനെ ചെമ്പ് ബിരിയാണി പെട്ട മരിച്ചു പോയത്. അതെങ്ങനെ? അത് ഈ പുള്ളി ഭയങ്കര പാട്ടുകാരനാണ്. കുളമില്ലല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞു കുളമില്ല. പുള്ളി സാധാരണ ചെയ്യുമ്പോൾ ഈ ചെമ്പ് കുളത്തിൽ വെള്ളം നിറച്ചു വെച്ചിട്ട് മുങ്ങിയതാ. പെടലിങ്ങനെ കുരുങ്ങി, അവസരം കാലും കൈയും കുരുങ്ങി, ആ ഇരിപ്പിരുന്ന് സ്പോട്ടിൽ തീർന്നു. അപ്പൊ അടക്കമൊക്കെ എങ്ങനെ ചെയ്തു? ഒന്നുമില്ല, മറ്റേ ഇതിന്റെ അടപ്പുണ്ടല്ലോ, ചെമ്പിന്റെ അടപ്പ് കൊണ്ടുവന്ന് അടച്ചിട്ട് 4 ശരം മൈദാമാവ് വെച്ചങ്ങ് ഒപ്പി ഇച്ചിരി കനലും വാരിയിട്ട് വലിയ ചുടുകല്ലെടുത്ത് എന്റെ പുറത്ത് വെച്ചിരിക്കുക. വർഷാവർഷം പൊട്ടിക്കും. ഇപ്പൊ നാട്ടിലാഘോഷമാണ്. ആണ്ട് ചെമ്പ് ബിരിയാണി ദം പൊട്ടിക്കുന്ന ഒരു ആഘോഷം. അതെന്തായാലും നന്നായി. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. അവിടെ എന്തെങ്കിലും കുളവോ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഒറ്റത്തോരത്തിനകത്ത് വെള്ളം തലയിൽ കൂടെ ഒഴിച്ചാലും മതി. എന്നിട്ട് ആരും കാണാതെ ഈ പഴം കഴിക്കുക. ഈ പഴം കഴിക്കുക. ഓക്കെ, എന്തായാലും അതിന് ഫലം ഉണ്ടാവും കേട്ടോ. ഓക്കെ. തിരുവിന് ചെറിയ സംശയം പറഞ്ഞാൽ, ഒരു പഴം കഴിച്ചാൽ ഒരു കുട്ടി ഉണ്ടാവും. ഇരട്ടപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ 2 പിള്ളേരുണ്ടാവും. ആദ്യം നീ ഒരു പഴം കഴിക്കുക, എന്നിട്ട് ഒരു കുട്ടിയുടെ കാര്യം ശരിയാക്കും. അത് കഴിഞ്ഞിട്ട് ഇരട്ടപ്പഴത്തെ പറ്റി നമുക്ക് ചിന്തിക്കാം കേട്ടോ. വിട്ടോ ശ്യാം, വിട്ടു. ഒരു ചെറിയൊരു സംശയം ചോദിച്ചു. ഇവിടെ ഇയാളുടെ സംശയം ഇതുവരെ തീർന്നില്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. അല്ല, ഈ പഴം കഴിച്ചാൽ കുട്ടികളുണ്ടാവില്ലോ? ഇയാൾക്ക് എന്താ ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒത്തിരി പോകും. അല്ല, എന്നാലും ഞാൻ ചിന്തിക്കുന്നതല്ല. അവിടെ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കും കേട്ടോ. ഈ പഴം കൊടുത്തിട്ട് എല്ലാവർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അല്ല, ഈ കല്യാണം കഴിക്കുന്ന കൊച്ചുങ്ങൾ ഉണ്ടാവുന്നേ? കല്യാണം കഴിച്ചിട്ടില്ലേ? ഇല്ല. എടാ, കല്യാണം കഴിക്കാതെ കുട്ടികളെ ഉണ്ടാക്കി തരാൻ ഞാൻ മാർക്ക് നടത്തുന്നില്ല അവിടെ.